ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ വൈറ്റ് ആൻഡ് ബ്ലൂ കോംബോയിൽ വരുന്ന ഒരു കിഡിലൻ ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ആർക്കും ടെൻഷൻ ഇല്ലാതെ 2 ടയർ കേക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ റെസിപ്പിയും അതുപോലെ തന്നെ ഇതിന് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 2.5 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 2 കപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഈ അരിപ്പയിൽ മുഴുവനായിട്ട് അങ്ങ് കൊള്ളുന്നില്ല, അത്ര സ്പേസ് ഇല്ല. അപ്പോൾ 2 കപ്പ് ചേർത്തിട്ട് അരിച്ചെടുത്തതിന് ശേഷം ബാക്കി 1/2 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടിയിട്ട് ചേർത്തിട്ട് അരിച്ചെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളത് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ കേക്ക് ഒരു 2.5 കിലോ വെയിറ്റ് വരുന്ന കേക്കാണ്. അപ്പോൾ ഞാനിതിന് സ്പഞ്ച് ബൾക്കായിട്ടാണ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കിതൊരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ചായിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ പകുതി വെച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. മിക്സിങ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പറ്റുവാണെങ്കിൽ 2-3 തവണ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നേർപകുതി അളവെടുക്കണം എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിവിടെ 10 മുട്ട എടുക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾ 5 മുട്ട എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ 4 മുട്ട എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദ, അങ്ങനെ അളവ് എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്താലും മതി. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 10 മുട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ബൗളിലേക്ക് മുട്ട ചേർത്തതിന് ശേഷം ഞാൻ ബീറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപേ എനിക്ക് തോന്നി ഇത് ബീറ്റ് ചെയ്ത് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൗളിനേക്കാളും ഡബിൾ ക്വാണ്ടിറ്റി ആയിട്ടാവും ഇത് ബീറ്റായിട്ട് വരിക. സോ ഞാൻ ഇത് വേറെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടാണ് ഇത് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുട്ട വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് ആദ്യം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിലാണ് 2 കപ്പ്, പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 2.5 കപ്പ് വരെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് ക്രീമി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് ലോ സ്പീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് പതിയെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹാർഡായിട്ട് പോകും എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യരുത്. ഒരു വെയിറ്റ് കുറഞ്ഞൊരു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. കുറച്ചായിട്ട് ചേർത്തിട്ട് ആ ബീറ്റർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, പക്ഷേ വളരെ സ്പീഡ് കുറഞ്ഞിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കേക്ക് ഹാർഡായിട്ട് പോകും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് മാറ്റണം. അപ്പോൾ ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെയും പിന്നെ അതുപോലെ തന്നെ 8 ഇഞ്ചിൻ്റെയും കേക്ക് ടിന്ന് ഇവിടെ ബട്ടർ പേപ്പർ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ 6 ഇഞ്ചിൻ്റെ പാനിലേക്ക് വാനില കേക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത പാനിൽ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 20 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. അപ്പോൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുൻപ് എപ്പോഴും പറയുന്ന പോലെ തന്നെ പാന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കണം 10 മിനിറ്റ് മുമ്പ് ലോ ഫ്ലെയിമിൽ. പിന്നെ അതുപോലെ തന്നെ ഇത് പാനിലേക്ക് വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്, അതിലുള്ള എയർ ബബിൾസ് പോകാനായിട്ട്. അപ്പോൾ ആ കാര്യം മറന്നു പോകരുത്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് കോക്കോ പൗഡർ ചേർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ കോക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ചൂടുള്ള പാലും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്റർ ചെയ്തെടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ പാനിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റ് കേക്ക് ബേക്ക് ചെയ്യാനെടുത്ത ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റാണ്. അപ്പോൾ ഒരു 35 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ബേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞപ്പം നമ്മുടെ
കേക്ക് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ പാനിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 45 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കാം. അപ്പോൾ കേക്ക് ബേക്ക് ആകുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാൻ 3 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ക്രീം ഫിയോണ വിപ്പിംഗ് ക്രീമാണ്. നല്ല തണുത്ത ക്രീം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ അപ്പോഴേക്കും ബേക്കായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 4 ലെയറായിട്ട് ചോക്ലേറ്റ് കേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. ഞാൻ വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് 3/4 കപ്പ് അളവിൽ വെള്ളവും അതുപോലെ തന്നെ 1/4 കപ്പിനേക്കാളും 2 ടേബിൾ സ്പൂൺ അളവിൽ കൂടുതൽ പഞ്ചസാരയും 1/2 ടീസ്പൂൺ അളവ് ഇൻസ്റ്റൻറ്റ് കോഫിയും കൂടിയിട്ട് ചേർത്തെടുത്ത ഷുഗർ സിറപ്പാണ്. അത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഓരോ ലെയറിൻ്റെ ഇടയിലും ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ ലെയറും അങ്ങ് ചെയ്തെടുക്കാം. 2 ടയർ കേക്ക് ചെയ്യുന്നതിൻ്റെ പേരിൽ നമ്മൾ കൂടുതലായിട്ട് കേക്ക് അങ്ങ് സോക്ക് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഇതിൻ്റെ മുകളിൽ വേറൊരു കേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റും കൂടി താങ്ങാനുള്ള വിധത്തിൽ വേണം നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കാൻ. കാരണം കൂടുതലായിട്ട് ഓവറായിട്ട് വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോരും. അപ്പോൾ അതിൻ്റെ പേരിൽ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കേക്ക് മുഴുവനായിട്ടും ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കേക്ക് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ കേക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ കേക്ക് റെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വാനില കേക്ക് ഇതേപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വാനില സ്പഞ്ച് ഞാനിവിടെ 4 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക് ചെയ്ത പോലെ തന്നെ നമുക്കിതും അങ്ങ് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രീസറിലോട്ട് മാറ്റി വെക്കണം. രണ്ടാമത്തെ കേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഷുഗർ സിറപ്പിൽ അതിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്നും വെറ്റ് ചെയ്തെടുക്കരുത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മറ്റേ കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കേക്ക് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോംബോയിലാണ് നമ്മുടെ കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേക്ക് നമ്മൾ ബ്ലൂ കളറിലും രണ്ടാമത്തെ കേക്ക് വൈറ്റ് കളറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ നമുക്ക് ക്രീം അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കേക്കിൽ നമ്മുടെ ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ലെവൽ ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ നമ്മുടെ കേക്കിൻ്റെ മുകളിലൊരു ഡിസൈനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഷുഗർ സിറപ്പൊക്കെ അപ്ലൈ ചെയ്യുന്ന ബ്രഷില്ലേ, അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ടേൺ ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നൗറാസ് കിച്ചൺ എന്ന് പറഞ്ഞ ചാനലിൽ നിന്നാണ് എനിക്ക് ഈ ടിപ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ടിപ്സ് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. ഇപ്പോൾ നമുക്ക് ഷാർപ്പ് എഡ്ജ് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് ഈ ഒരു ഡിസൈൻ ഉണ്ടായതുകൊണ്ട് കേക്കിന് നല്ലൊരു ഭംഗി ഉണ്ടാകും, നല്ലൊരു ഫിനിഷിങ്ങും നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ബ്രഷിൽ കൂടുതലായിട്ട് ക്രീം വന്നാൽ അതൊന്ന് തുടച്ച് മാറ്റിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. പിന്നെ മാത്രമല്ല ഇത് നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ടും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ കേക്കും മുഴുവനായിട്ട് ക്രീം വെച്ച് അപ്ലൈ ചെയ്തിട്ട് ഇതേ സെയിം ഡിസൈൻ തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ കേക്ക് ഫ്രിഡ്ജിൽ നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കണം. മിനിമം 5 മണിക്കൂറെങ്കിലും നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷം മാത്രമേ രണ്ടാമത്തെ കേക്ക് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിലാണ് നമുക്ക് ഈ കേക്ക് ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയൊക്കെ വരുന്നത്, 2 ടയർ കേക്കൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ രണ്ടാമത്തെ കേക്കും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതും നമുക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം, 5 മണിക്കൂറിന് ശേഷം എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലുള്ളൊരു സ്ക്യൂവർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കേക്കിൻ്റെ
പാകത്തിനായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് അങ്ങ് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ 4 സ്റ്റിക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് സ്ട്രോയും യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഒന്നും കൂടെ ബെറ്റർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കാം. 4 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 എണ്ണമൊക്കെ വെച്ച് കൊടുക്കാം, ഒന്നും കൂടി കൂടുതൽ സപ്പോർട്ടിനായിട്ട്. അപ്പോൾ 4 സ്റ്റിക്കും ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്ക് ഞാൻ വീണ്ടും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ആ ഭാഗം റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ഹൈറ്റിൽ സ്റ്റിക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ചെയ്യുമ്പം ഒരു ടെൻഷനൊക്കെ ഉണ്ടാകും, പക്ഷേ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ആദ്യം ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമ്മുടെ ആ കേക്ക് ഒന്ന് അതിൻ്റെ അടിവശം ഒന്ന് ഇളക്കിയെടുക്കുക മീൻസ് വളരെ സൂക്ഷിച്ചിട്ട് വേണം. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത് താഴത്തെ ലെയർ കൂടുതലായിട്ട് വെറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേക്ക് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോരും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ അങ്ങ് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിവശം ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. പാലറ്റ് നൈഫ് മാത്രം വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ ഇത്തിരി ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നത് ഒരു സ്ക്രേപ്പറും കൂടി കുറച്ചും കൂടി കൂടുതൽ സപ്പോർട്ടിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് എക്സ്പീരിയൻസ് ആയാൽ നമുക്കിതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് മാത്രം തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ സ്റ്റിക്കിൻ്റെ വലിപ്പം ഇത്ര പാടില്ല കേട്ടോ. ഞാൻ പിന്നീട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മുടെ കേക്ക് ഈസി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വലിയ സ്ക്യൂവർ ഇതിന് സെൻറ്ററിലായിട്ട് അങ്ങ് ഒരു കൂടുതൽ സപ്പോർട്ടിനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ ഒരല്പം ക്രീം പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ക്രീമെല്ലാം ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം നെയിം ബോർഡായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഫോണ്ടൻ്റാണ്. ഫോണ്ടൻറ്റിൽ ഞാൻ പേര് എഴുതിയിട്ടുണ്ട്. ഒരു ബ്രഷ് ഫുഡ് കളർ വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് ഹയാൻ ഫസലിന് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ 2 ടയർ കേക്കൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പം ഇതുപോലെ പേരൊക്കെ എഴുതിയാൽ നല്ല ഭംഗിയായിരിക്കും കേക്ക് കാണാനായിട്ട്. എന്നിട്ട് ആ ഫോണ്ടൻറ്റ് പതിയെ ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഞാനൊന്ന് പതിയെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഇതിനായിട്ട് ഞാൻ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യുന്നത് ഫോണ്ടൻറ്റിൻ്റെ മോൾഡ് ഉണ്ട്. ഫോണ്ടൻറ്റിൻ്റെ മോൾഡിൽ ഒരുപാട് ഷേപ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് ടെഡീസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റാർസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഷെഫ് മാസ്റ്ററിൻ്റെ ഒരു സ്കൈ ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് ഇതൊന്നും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളറാണ്. അതും കൂടി പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ടൂത്ത് പിക്കും കൂടി ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്റ്റാർസും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷുഗർ ഫോണ്ടൻ്റ് കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ ഈ ഷേപ്സ് എല്ലാം ഞാൻ ഇതുപോലെ കേക്കിൻ്റെ മുകളിലാണ് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത്. പിന്നെ അടുത്തതായി ചെയ്യേണ്ടത് ഈ കേക്കിൻ്റെ മുകളിൽ പേര് എഴുതിയതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഒരു കിരീടത്തിൻ്റെ ഷേപ്പിൽ ഞാൻ ഫോണ്ടൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അത് ഈ മൗൾഡ് ഉണ്ട്, ഇതിൻ്റെ ഫോണ്ടൻറ്റിൻ്റെ മൗൾഡ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് നല്ല സ്റ്റിക്കി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ടൂത്ത് പിക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഞാനിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കേക്കിൻ്റെ സൈഡിൽ ഞാൻ റിബൺ വെച്ചിട്ടുണ്ട് നല്ലൊരു ഫിനിഷിങ്ങിനായിട്ട്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബോർഡർ ഒന്നും കൊടുക്കുന്നില്ല, അതിന് പകരം റിബൺ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്